കളെ നമ്മൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ല അത്. ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ? ഇവിടെ കൂടിയതായ മുഅ്മിനീങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് അവർക്ക് ഉപകരിക്കുന്നതായ നസീഹത്തുകൾ പറയാം. ആ നസീഹത്തുകൾ പറയുക, മഹാന്മാരാവുന്ന ഔലിയാവിനെ പരിചയപ്പെടുത്തുക. ആരാണ് വലിയ, ആരാണ് നബി, അവരെ പരിചയപ്പെടുത്തുക. ഔലിയാവിനോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ്? അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത്. അമ്മൽ കുമ്മലുമിനൽ ഔലിയാഹി ഫയഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ അയ്ദിഹിം. വലിയ വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു. ഇന്നങ്ങനല്ല. ഇന്ന് ഉണ്ടാകുന്നതിന് മുമ്പേനെ പറഞ്ഞു നടക്കുകയാണ്. വലിയ ആയിട്ടല്ല, വലിയാണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കൂ, തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങളെ. എന്നിട്ട് അവന്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് കൂടും. എന്നിട്ട് അവൻ എന്താ ചെയ്യണത്? എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്ന് ഉണ്ടായതായി കൊണ്ട് നുണപ്രചരണം നടത്തുക. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേൽക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കുക. അത് തെറ്റാണ്. കറാമത്തല്ല ഒരു വലിയ അളക്കേണ്ട മാനദണ്ഡം. നമ്മളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പല കള്ളന്മാരും. അവരിങ്ങനെ കൂടി അവർ പല കുപ്പായും പല നിലക്കുള്ളതായ കോപ്പിരാട്ടിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാവുന്നതായ നിലക്ക് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകൾ, അത് തെറ്റാണ്. അവിടെയാണ് ഇതുപോലുള്ള മഹാന്മാരാവുന്ന ഔലിയാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ഇന്ന് ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, അവർ ഇസ്തിഖാമത്തിന്റെ ആ പൂർണ്ണമായ രൂപം അത് ഉണ്ടാവലാണ് ഒരു വലിയാണെന്നുള്ളതിന്റെ അടയാളം. വലിയനെ അളക്കേണ്ടത് എങ്ങനെ? അവനുള്ള ഇസ്തിഖാമത്ത്. അവൻ ശരീഅത്തിന്റെ മഹാനാവുന്നതായ ശൈഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാള് സമുദ്രത്തിൽ കൂടി കോണിയോ കപ്പലൊന്നും ഇല്ലാതെ നടന്നു വെക്കുക, ആകാശത്തിൽ കൂടി അവൻ പറന്നു വെക്കുക, വഅഹ്യൽ മൗത, മരിച്ചവരവൻ ഹയാത്താക്കിന്ന് വെക്കുക. എന്നാലും അവനെ നമ്മൾ വിശ്വസിക്കൂല. അവന്റെ റൂട്ട് ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം. അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടി അല്ലാന്ന് വെക്കുക. ഫലാ തത്തബിഉഹു, അവനെ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന ഖൗമും ബഹാരിയിൽ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അതില്ലാന്നല്ല നമ്മൾ പറയണത്. അങ്ങനത്തെ ആളുകളുണ്ട്. അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല. അവരോട് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പോരാ. അതുകൊണ്ട് ഇവിടെ ഭ്രാന്തായി നടക്കണ എല്ലാവരും ഔലിയാക്കന്മാരാണെന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ നെല്ലും പതിരും അത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒമിൻഹും ഖൗമും ബഹാലിൻ, അങ്ങനത്തെ ചില മഹാന്മാരാവുന്ന ഔലിയാവിന്റെ കൂട്ടത്തിലുണ്ടാവും. അതില്ലാതെ നമ്മൾ നിഷേധിക്കണില്ല. അവരെ നമ്മൾ പിൻപറ്റാൻ പറ്റില്ല. പിൻപറ്റാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചായ കുടിച്ചിരുന്നു, നോമ്പിന് ഉച്ചക്ക് നല്ല ചായയാണ്. എന്നാൽ നമ്മളും അവരൊപ്പം പിൻപറ്റുകയാണ് ചായ കുടിക്കാൻ പറ്റുമോ? നമ്മളോട് തെക്ലീഫുണ്ട്. അയാൾ തെക്ലീഫിന്റെ ലോകത്തല്ല ഉള്ളത്. അയാൾ ചിലപ്പോൾ നിസ്കരിച്ചില്ലാന്ന് വരും. ഇങ്ങനത്തോന്റെ ഒപ്പം പിൻപറ്റാൻ പറ്റൂല. പക്ഷെ അയാൾ സ്വന്തം നിൽക്കാവൻ നല്ലവനാവാം, അത് ശരിയാണ്. എന്നാലും പിൻപറ്റാൻ പാടില്ല. പിൻപറ്റേണ്ടത് ആരവിടെ? ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രമേ. അവനാണ് യഥാർത്ഥത്തിൽ വലിയ. അങ്ങനെ അവ ഇസ്തിഖാമത്തുള്ളവനാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം അവനിൽ ഇസ്തിഖാമത്തുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇസ്തിഖാമത്തുണ്ടെങ്കിൽ അവർ വലിയ വലിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവർ കറാമത്ത് പറഞ്ഞു നടക്കൂല. ഇന്ത്യക്കുന്ന അതുണ്ടായി ഇതുണ്ടായി, അല്ലെങ്കിൽ അവന്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ മൂപ്പരേക്കുന്ന അതുണ്ടായി ഇതുണ്ടായി. അപ്പൊ പലതും പറഞ്ഞു നടക്കുമ്പോൾ സുനാമി വന്നതിന് ശേഷം പലരും പറഞ്ഞു സുനാമി വരുമെന്ന് ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞു പോകുന്നു, ഞങ്ങളെ ഒലിയ പറഞ്ഞു പോകുന്നു. സുന്ന വരുന്നതിന് മുമ്പ് പറഞ്ഞുകൂടി നബിൽക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പറയാം മുമ്പ് അയാൾ അങ്ങനെ പലതും പറയാം. കുട്ടി പ്രസവിച്ചതിന് ശേഷം അത് പെൺകുട്ടിയാണെന്ന് മുമ്പേന്റെ മൂപ്പര് പറഞ്ഞിരിക്കണം. അങ്ങനെ പലർക്കും പലതും പറയാൻ കഴിയും. അങ്ങനെ ചില കള്ളത്തെരിയൊക്കെ തുവായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അതില്ലാന്നെല്ലാം പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഒരു അത്ഭുതം പറയാന്നുള്ളതോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഗൈബ് അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽമുൽ ഗൈബിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് ഇലാഹിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ്. അതിനുള്ള പ്രത്യേകമാവുന്ന ഇലാഹിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാ, മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാ വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത്. അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്ന് ഉണ്ടായി തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ വലിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല. വലിയാണെന്ന് വിശ്വസിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? അവരിൽ ഇസ്തിഖാമത്തുണ്ടോ? ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം.
അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നുണ്ടായി നോക്കാം, എന്നാൽ അതിനേക്കാൾ വലിയവരുണ്ടാവും, തീരെ അത്ഭുതങ്ങൾ ഇല്ലാത്തവർ. അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരെക്കാൾ വലിയ ഔലിയാക്കന്മാരായിരിക്കും. അപ്പൊ അതൊക്കെ വളരെ വിശാലമായ